ഭക്തി, വിശ്വാസം. ആ കുട്ടി കാണിക്കണമെങ്കിൽ ഈ കച്ചവടക്കാരൊക്കെ താമസിക്കുന്ന വീടടക്കൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കച്ചവടമുള്ള ആർക്കാ അറിയോ? വാട്ടർ ബോട്ടിൻ്റെ ആൾക്കാർക്ക്. എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഗംഗാജലം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണ്ട വാട്ടർ ബോട്ടിൽ മേടിക്കാൻ വരും. പലരിലും കുപ്പി ഉണ്ടാവില്ലേ? അതാ 5 ലിറ്റർ, 10 ലിറ്റർ, 1 ലിറ്റർ, 1/2 ലിറ്റർ എല്ലാം കുപ്പികളുണ്ട് ഇവിടെ. അത്രയ്ക്കധികം കുപ്പികളിവിടെ സെയിലാവുണ്ട്. എന്തായാലേ പല പല രീതിയിലുള്ള കച്ചവടക്കാരുണ്ട്. പൂജാ സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന വഴി എനിക്കറിയില്ല. ഞാൻ ലൊക്കേഷൻ സംഭവം എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാരണം രക്ഷപ്പെട്ടു. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ വന്ന വഴി ഏതാ, ഏതുകൂടെ പോയേ അതൊന്നും ഓർമ്മയില്ലേ. അത്രയും തിരക്കാ. ഈ ഭാഗത്ത് ഇത്തിരി ആൾക്കാർ കുറവാ. ഒന്ന് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റൂ. കണ്ട ഇത്രയും ക്രൗഡാണ് ആൾക്കാരെ കൊണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു എളുപ്പല്ലേ. ഇതിലേക്ക് ആൾക്കാർ കയറി പോകണോട്ടാ വണ്ടിയിൽ. ആൾക്കാരെ കയറ്റാൻ വേണ്ടി വിളിക്കുന്നത് അത് തിരിച്ചുകൊണ്ടിട്ടുണ്ട്. കണ്ട രക്ഷയില്ലേ. ഞാൻ നടക്കണ ഈ ഒരു ചുറ്റുവട്ടം മാത്രം തിരക്ക് കുറവുണ്ട്. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നല്ല തിരക്കാ, ബാക്കിലേക്ക് നല്ല തിരക്കാ. കണ്ടില്ലേ? ഇതിലും ഇവരുടെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നത് എനങ്ങാണ്ട് നിൽക്കുന്നത്. പുള്ളിനെ ചിരിപ്പിക്കുകയോ എനിക്കോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. ഈ വണ്ടിയിലേക്ക് ആൾക്കാരെ കയറ്റിക്കൊണ്ട് വന്നത് പച്ചക്കറിയും ബാക്കിയുള്ള സാധനങ്ങളും കയറ്റുന്ന വണ്ടി കേട്ടോ. സംഭവം അവിടെ നിന്ന് ഞാനൊരു 5-6 കിലോമീറ്റർ നടന്നു. പക്ഷെ അതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഇത്രയും ആൾക്കാരുള്ള കൂട്ടത്തിൽ കിടന്ന് നടക്കണ കാരണം കിലോമീറ്റർ അറിയില്ല. ഞാൻ മാപ്പിൽ നോക്കിയപ്പോഴാണ് ഇത്രയും ദൂരം ഉണ്ട് എനിക്ക് മനസ്സിലായത്. എത്ര ദൂരം ഉണ്ടെന്ന് മാപ്പിൽ നോക്കിയാൽ മനസ്സിലായത്. പക്ഷേ അതിൻ്റെ ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. പക്ഷേ കഴിക്കാൻ തോന്നില്ല. ഒന്നും വിശപ്പ് നോക്കണോ അതോ വൃത്തി നോക്കണോ മനസ്സിലാവണില്ലേ. സർക്കസ് ആ കുട്ടി കാണിക്കണമെങ്കിൽ എന്ത് ചെറിയ കുട്ടിയാ. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് അതിനോട് റിസ്ക് പിടിച്ച പരിപാടിയായിട്ടത്. എന്ത് ധൈര്യത്തെ നോക്കിയാ കുട്ടി നിൽക്കണത്. പഠിക്കേണ്ട പ്രായത്തിലെ കുട്ടികൾ വന്നിട്ട് കാണിക്കണമെങ്കിൽ ഭിക്ഷ യാചിക്കുന്നവര്, പല പല സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുള്ളവരുണ്ട്. തിരക്ക് കൂടി വരുന്നുണ്ട്. അതാണ് ഇത്ര ക്രൗഡ്. ആൾക്കാരിങ്ങനെ സമയം 4:10. വൃത്തി കാര്യത്തിനോട് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അത് ചിന്തിച്ചാലാണ് ഈ പ്രശ്നം. ഏത് റോഡാണ് ഇത്? പാല എന്നൊരു സംഭവം മനസ്സിലാവണില്ലേ. പക്ഷേ സാഗരം അവിടെ
പക്ഷെ ഇവിടുന്ന് വരണ ആൾക്കാരെ ഒഴുക്ക് കുറയില്ലേ? കണ്ടോ ആൾക്കാരുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. आप लोग क्या करते हैं? पढ़ाई नहीं कर रहे हैं? क्यों? घर कहाँ पर है? यही बाहर से बिहार। लखनऊ जानते हो? लखनऊ से अभी मैराथन में इधर आए क्या? नहीं, यहाँ हमारी नानी का घर। उसका कहाँ था क्या तुम? क्यों पढ़ाई नहीं कर रहा? पढ़ाई करेंगे तो खाएंगे। पढ़ाई करने के बाद खाना मिलेगा, अच्छा काम मिलेगा। अभी कहाँ खाना मिलेगा? പറഞ്ഞ മനസ്സിലായ പഠിച്ചോടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാ പഠിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടില്ലല്ലോ എന്ന്. അവൻ പഠിച്ചിട്ട് ജോലി കിട്ടി കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കഴിച്ചോ, നല്ല ഭക്ഷണം കഴിക്കാമല്ലോ, നിനക്ക് നല്ലത് പോകാമെന്ന് പറഞ്ഞപ്പോൾ പറയാം ഇപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കിട്ടുകയാണ്. ലക്നൗള്ളതാ ഇവിടെ വന്നിട്ട് ഇപ്പോൾ താമസിക്കുകയാണ്. എന്താല്ലേ കുട്ടികളുടെ ഒരവസ്ഥ. ഇവിടുത്തെ താമസം ഈ കച്ചവടക്കാർ താമസിക്കുന്ന വീടടക്കൊക്കെ നോക്കി എന്താല്ലേ സോളാറൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ കുട്ടികളാണ് ഇവിടെ വന്നിട്ട് ജോലിക്ക് ചെയ്യുന്നത്, ഭക്ഷണത്തിന് അല്ലെങ്കിൽ ആ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് പാവം തോന്നുക. നോക്കി മറ്റൊരു കാര്യം ഭക്തി വിശ്വാസം ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കിയാൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. വേറെ വൃത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു എന്നുണ്ടെങ്കിൽ വരാണ്ടിരിക്കണം നല്ലത്. കാരണം അതേപോലെ കോമൺ ബാത്റൂമിൻ്റെ അവസ്ഥയുടെ കാണുന്നത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അതേപോലെ നോക്കി വേറെ ഒരു നോക്കി ഇവിടേക്കാണ് ഇവർ താമസിക്കുന്നത് ഈ കച്ചവടക്കാർ. ഇവിടെ സ്നാക്സ് വിൽക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ ആയിക്കോട്ടെ, ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാർ മൊത്തം താമസിക്കുന്നത് ഇവിടെയാണ്. നോക്കി ഇതിവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് അവര് ഇവിടെയാണ്, ഇതൊക്കെയാണ് അവരുടെ വീടെന്ന് തോന്നുന്നുണ്ട് കുറെ പേരുടെയൊക്കെ. ആട് ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. തിരക്ക് നോക്കിയോ
നടക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ കുറേ ക്ലീനിങ് നടന്നുകൊണ്ട്, പക്ഷേ അകപ്പുണ്ട് കുറേ സ്ഥലം ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും കുറേ സ്ഥലം അവരുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 1000, 10,000 അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം ആൾക്കാർ വരാണെങ്കിൽ കുഴപ്പമില്ല. ഇത് മണിക്കൂറുകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. എത്ര പോകുന്നുണ്ടോ അതിൻ്റെ ഡബിൾ ഇരട്ടി അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കോമൺ ആയിട്ട് ക്ലീനിങ്ങിൻ്റെ ഇത് കുറേ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് മോശമാവും. പക്ഷേ ജനത്തിരക്കാണ് രക്ഷില്ലാത്തത്. ഇതാണ് മറ്റേ ഇരുമ്പിൻ്റെ ഷീറ്റ് ഇട്ടിട്ട് യൂസ് ചെയ്തെന്ന് പറയുന്ന സംഭവം. കുറേ നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ട വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. അറ്റത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാനില്ല, അത്രയും ദൂരത്തുനിന്നാണ് ആൾക്കാരുകൾ പോകുന്നുണ്ട്. അവിടുന്ന് കണ്ടാ മൊത്തം സ്നാനം ചെയ്യുന്നത് കണ്ട ഒന്നുണ്ട് ഇഷ്ടം പോലെ ഇവിടുന്ന് അറ്റം വരെ. ചെറിയ ദൂരല്ല, കുറേ ദൂരത്തേക്ക് സംഭവമുണ്ട്. സംഭവം നടക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4-5 ദിവസം എടുക്കുന്നു തോന്നുന്നുണ്ട് ഇത് മൊത്തം കണ്ടുവരണമെങ്കിൽ. അപ്പോഴേക്കും നമ്മൾ തളരും. അവിടുത്തെ പോലെ കേട്ടോ, ഈ കുളിക്കണ ഭാഗത്താണെങ്കിലും ഈ അവിടെ നിന്നിട്ട് കടന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് ആ സ്നാനം ചെയ്യണം ഈ ഭാഗത്ത് ഇങ്ങോട്ട് കടന്നതിന് ശേഷം ഈ ഭാഗത്ത് മൊത്തം വലിയ കുഴപ്പമില്ല, വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ആ ഭാഗത്ത് റോഡിൻ്റെ അപ്പുറം ഭാഗത്തേക്കൊന്നും ഒരു വൃത്തി അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. ഭയങ്കര ഇവിടെയൊക്കെ പിന്നെയും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അപ്പം ഇങ്ങനെ ക്ലീൻ ആകുന്നുണ്ട്. ആരെങ്കിലും ആ നീല ഇത് കണ്ട നീല ഡ്രമ്മിൻ്റെ പ്രതി കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി ഈ വഞ്ചിയിലത്തെ അപ്പുറത്തേക്കുള്ള ഒരു പയ്യന്മാർ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ക്യാമറ ഒരു വഞ്ചിയിൽ പോണ ആൾക്കാർ വേറെ. വരണ ഈ നാളികേരം പറക്കിടാനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നാളികേരമില്ല, അവരെന്തിട്ട് പറക്കണമെന്ന് മനസ്സിലാവുന്നില്ലേ. അത് നല്ല ഒഴുക്കുള്ള കാരണം അവിടുന്ന് പ്രതി കടത്തുന്നില്ലായിരുന്നു. അതൊരുപാടിരിക്കണല്ലോ. ഒന്നുമിടാത്ത ആഗോരിമാര് വരെ ഇരിക്കുന്നുണ്ട്. ആഗോരിമാര് കേട്ടോ. ഒറിജിനൽ ആളുള്ളവരുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളവരുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഇവിടെയൊക്കെ ഫ്രീ സ്റ്റേ കേട്ടോ, പൈസ കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഫ്രീ സ്റ്റേ, പൈസ കൊടുക്കണ്ട കേട്ടോ. ആൾക്കാർ കാര്യങ്ങളെ ഒന്ന് കിടക്കാം, പൈസ ഇല്ലാതെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഇതൊന്നുണ്ട്. ഇവിടുന്ന് കണ്ട് അങ്ങോട്ടുണ്ട് 2-3 കുറേ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് മൊത്തം നടന്ന് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയൊരു 3-4 ദിവസം എന്തായാലും എടുക്കും. അത്രയ്ക്കും നടക്കണ്ട്. ഈ ഷീറ്റ് മാത്രം 1000 കിലോമീറ്ററിൻ്റെ അവിടെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ആലോചിക്കുക എത്രത്തോരം നടക്കേണ്ടി വരുന്നത്.
അത് വിളിക്കേ കാണുമ്പോൾ പേടി ഇവിടെ ബൈക്ക് ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നേരത്തെ റേറ്റ് പറഞ്ഞാൽ ഞാൻ കേട്ടത് 3 പേർക്ക് പോകാനായിട്ട് 400 രൂപ. അപ്പോൾ ആലോചിക്കുക എത്ര എക്സ്പെൻസ് ആണ്. അത് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടായിക്കൊണ്ട് തോന്നുന്നുണ്ട് ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ. ഒരു ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ഒരു കുറേ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ കുമ്പള കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവും. ഓരോരുത്തർ വന്നൊരു കണ്ണാടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള പറയാങ്ങനെ വെച്ചിട്ടുള്ളത്. ആ കുട്ടി കളിക്കണോക്കി എൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കി നോക്കുക. എന്താണേ ഇവിടെ വിഷാണോ സ്ത്രീകള് ഇതൊക്കെ ഇവിടെ ഏതൊക്കെ സ്ഥലത്തുനിന്ന് വന്ന് എവിടുന്നതായതൊന്നും നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. ഭക്തിമാർഗത്തിൻ്റെ അങ്ങേറ്റം എന്ന് പറയില്ലേ, വേറെ മൂട് സാധനം കാണിച്ചാ കണ്ട. ചെറിയ ചക്കനാണ് ഇവിടെ. എനർജി ഉണ്ട്. ഭക്തിയുടെ അങ്ങേറ്റം എന്ന് പറയില്ലേ. എത്ര നേരമായി എന്ന് പറയൂ. ഇപ്പൊ ആൾക്കാരെണ്ണം കൂടിയിട്ടാ. ആദ്യം ആ കുട്ടി ആ ഫാമിലി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്തോരം ആൾക്കാരെ നോക്കി. അപ്പാമ്മരൊക്കെ ഫുള്ള് ഓർമ്മ. എല്ലാരും നോക്കിയ ഭക്തിയുടെ അങ്ങേറ്റം. കൈ കൊണ്ട് മിക്സ് ചെയ്യണ കരിമ്പ് വെച്ച് അത് കൈ കൊണ്ട് തിരിച്ചുകൊണ്ടിരിക്കണത്. हमारी माताएं बहनें जिनकी जिसमें थकान रहती है, स्फूर्ति नहीं आती है, दिन भर छोटी छोटी सी रहती है, दिमाग में गुस्सा रहता है, लड़ाई झगड़ा करने को मन करता है, वो हमारी ये काले घोड़े के नाल की अंगूठी जरूर पहने, जिसकी कीमत है केवल 10 रुपए 10 रुपए 10 रुपए 10 रुपए 10 रुपए में आपको अंगूठी देकर जाएंगे तो याद रखेंगे। ഈ പ്രസാദത്തിന് ബാക്കി അരിയൊക്കെ ഒരു കിട്ടുമെന്ന് തോന്നുന്നു. ചേട്ടാ വീഡിയോയിൽ എന്താല്ലേ ഞാൻ നോക്കുമ്പോളേ എൻ്റെ ചുറ്റും ആൾക്കാർ കൂടുതലാണ്. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്പോട്ടിൽ ഇപ്പോൾ അത്ര ആൾക്കാരുണ്ടാവില്ലേ. എന്താണോ ക്രൗഡ് കുറവാ. എന്തിനാ
passada.